ഒരു ബർഗർ എൻ്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഫാസ്റ്റിങ്ങിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 1 മണി ആവാറായി. അപ്പോൾ ഈ ബർഗറും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ സോഫ്റ്റ് ഡ്രിങ്കും അതിൻ്റെ ഫ്രൈസും ഇതെല്ലാം കഴിച്ചതിന് ശേഷം നാളെ രാവിലെ ഡയറ്റിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് എനിക്ക് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ റീഡിംഗ് സഹിതം എൻ്റെ CGM സെൻസർ വഴി ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബർഗറും അതിൻ്റെ കൂടെയുള്ള ഫ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാസ്റ്റ് ഫുഡ് കാറ്റഗറിയിലുള്ളതാണ്. അത് റെഗുലർ ബേസിസിൽ കഴിക്കുന്നത് വളരെ ഹാനികരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഉണ്ട്, സീഡ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് അല്ലാതെ നമുക്ക് അറിയാത്ത കുറേ കെമിക്കൽസ് എല്ലാം അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റുന്ന വെറും ഗ്ലൂക്കോസ് സ്പൈക്ക് മാത്രമാണ്. പക്ഷേ അതിലുള്ള വേറെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം സെൻസ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഫ്രൈസും ബർഗറും സോഫ്റ്റ് ഡ്രിങ്കും ഇത് കഴിച്ചതിന് ശേഷം ഇന്ന് രാവിലെ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ റീഡിങ്. ശരിക്കും സർപ്രൈസിങ് ആണ്, അത് 150 പോലും ടച്ച് ചെയ്തിട്ടില്ല. സദ്യ കഴിച്ച 190+ പോയിട്ടുണ്ടായിരുന്നു. ഈ ഷവർമയുടെ ഓൾമോസ്റ്റ് 150+ പോയിട്ടുണ്ട്. പക്ഷേ ഈ ബർഗറും ഫ്രൈസും കോക്കും ഈ മൂന്നും കൂടെ കഴിച്ചിട്ടും ഓൾമോസ്റ്റ് 150 പോലും ടച്ച് ചെയ്തില്ല. ഞാൻ കരുതി ഓൾമോസ്റ്റ് 200 വരെ പോകുന്നുള്ള റിസൾട്ട് കരുതിയ രാവിലെ ഉറക്കം എണീറ്റ് തന്നെ. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് സോൾട്ട് കണ്ടന്റ് ഉണ്ട്, ട്രാൻസ് ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെ ഒട്ടും ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫാസ്റ്റ് ഫുഡ് കാറ്റഗറി തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ഇതും മോഡറേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു.